100ഓളം വരുന്ന ടീം അംഗങ്ങൾ ആദ്യമായിട്ടാണ് ഇവരിൽ പലരും വിമാനത്തിൽ കയറുന്നത് എന്നതും ഒരു എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേന ടീം അംഗങ്ങൾ വിമാനത്തിൽ കയറിക്കൊണ്ട് ബാംഗ്ലൂരിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഹരിതകർമ്മ സേനയിലെ ഓരോ ടീം അംഗങ്ങളും. നമ്മളോടൊപ്പം ഹരിതകർമ്മ സേനയ്ക്ക് നേതൃത്വം നൽകുന്ന ടീം അംഗങ്ങൾ ചേരുകയാണ്. എന്തായാലും നിങ്ങളിൽ പലരും വിദൂരമെന്ന് കരുതിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. 100 ആളുകൾ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് നഗരസഭ ഒരുക്കിയ ഈ ഒരു വലിയ ഒരു സന്തോഷത്തിനോട് നിങ്ങൾ പ്രതികരിക്കുന്നത്? ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് ഒരു ഫ്ലൈറ്റ് യാത്ര എന്നുള്ളത്. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി തന്ന നഗരസഭയോട് അതിന്റെ കൂടെ നിന്ന എല്ലാ ആളുകളോടും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും ഒരു ഫ്ലൈറ്റിൽ കയറാത്ത ഇപ്പൊ നമുക്കൊക്കെ അങ്ങനത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് നല്ലൊരു അഭിമാനത്തോടെ തന്നെ നിന്ന് പറയാൻ പറ്റുന്ന ഒരു സന്തോഷം തന്നെയാണ്. ഹരിതകർമ്മസേനയ്ക്ക് ഇക്കാലയളവിനുള്ളിൽ ഒരുപാട് സംസ്ഥാന ജില്ലാ അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നഗരസഭ നൽകുന്ന ഈ ഒരു കാര്യങ്ങളിലൊക്കെ നഗരസഭ നൽകുന്ന പരിപൂർണമായ പിന്തുണ എങ്ങനെയാണ്? ഈ ഒരു അവാർഡിന്റെയൊക്കെ ഏറ്റവും വലുത് പറഞ്ഞാല് ഈ അവരെ പിന്തുണ തന്നെയാണ്. പിന്നെ പറയാം, നമ്മളെ കൂടെ നിന്നിങ്ങാണ്ട് ചെയ്തു തരുന്ന ഒരു കൗൺസിലർ, അതിനോട് യോജിക്കുന്ന നമ്മളെ നഗരസഭയുടെ എല്ലാ പിന്തുണയും ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അവാർഡുകളൊക്കെ ഹരിതകർമ്മസേനക്കും നഗരസഭക്കൊക്കെ വാങ്ങാൻ കഴിഞ്ഞത് നിലയില് അഭിമാനത്തോടെ തന്നെ നിന്ന് പറയാം. അതിലോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു വിമാനയാത്ര, ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാന്നത് പറഞ്ഞല്ലേ, മുൻപ് പറഞ്ഞ മാതിരി ഏതൊരു മനുഷ്യന്റെ സ്വപ്നമല്ലോ, ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി തന്ന നഗരസഭയോട് വളരെയധികം സന്തോഷം. നമ്മളോടൊപ്പം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ചേരുകയാണ്. എന്തായാലും ഹരിതകർമ്മ സേനാ ടീമംഗങ്ങളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷത്തിന്റെ നിമിഷത്തിലാണല്ലോ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ആശയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്? വ്യത്യസ്തമായ ആശയം എന്ന് പറഞ്ഞാൽ ഹരിതകർമ്മസേനയെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കൗൺസിലിൻ്റെ ഒരു തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ സംവിധാനവും അവർക്ക് മറ്റ് നഗരസഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കേറെ പ്രത്യേകതകളുണ്ട് ഈ ഹരിതകർമ്മസേനക്കാർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളിൽ. അതിൽ ഏറ്റവും പ്രധാനമാണ്, നമ്മൾ AC വാഹനത്തിലാണ് അവർ വാർഡുകളിൽ പോകുന്നത്. വാർഡുകളിൽ നിന്ന് തിരിച്ച് പ്ലാന്റിലേക്കും നഗരസഭയിലേക്കും എത്തുന്നത് അങ്ങനത്തെ വാഹനത്തിൽ. അവർ നമ്മളെ മാത്രം പ്രത്യേകതയാണ്. പിന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൊണ്ട് തന്നെയാണ് അവരെ ആകാശത്തോളം ഉയർത്തുക എന്ന ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിമാനയാത്ര ഉൾപ്പെടെയുള്ള വിനോദയാത്രയും അതേപോലെ പഠനയാത്രയും ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഹരിതകർമ്മസേനക്കാർ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. വിമാനത്തിലാണ് അങ്ങോട്ട് പോകുന്നത്. തിരിച്ച് ട്രെയിനിലെത്തും. അവിടെ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനും അവിടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഒരുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭ ഇവരുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പിന്തുണ ചെറുതൊന്നുമല്ല, വലിയ രീതിയിലുള്ള പിന്തുണ തന്നെയാണ്. ആ ഒരു പിന്തുണയാണ് ഇവർക്ക് ലഭിക്കുന്ന ഓരോ അംഗീകാരങ്ങൾക്കും പിന്നിലെന്ന് തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത്. ഈ ഒരു വിമാനയാത്രയുടെ വലിയ സന്തോഷത്തിലാണ് ഓരോ ഹരിതകർമ്മ സേനാ ടീം അംഗങ്ങളും. പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.